വൻതോതിൽ കൂടുന്ന ഇറക്കുമതി, പിടിവിട്ടു പോകുന്ന വില. രാജ്യത്തെ വരിഞ്ഞുമുറുക്കുന്ന ഇന്ധന പ്രതിസന്ധിക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രതിവിധിയാണ് എഥനോൾ. പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനം കേന്ദ്രം ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഗുണവും ദോഷവും? കാണാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണാദാസ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. കുതിപ്പിന് ഊർജമാകുമോ എഥനോൾ? കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത 44 കോടി 20 ലക്ഷം വാഹനങ്ങളാണുള്ളത്. ഇതിൽ 31 കോടിയിലധികം വാഹനങ്ങളും പെട്രോളിനെ ആശ്രയിച്ചാണ് ഓടുന്നത്. ഡീസലും പ്രകൃതിവാതകവുമാണ് പ്രധാനപ്പെട്ട മറ്റു 2 ഫോസിൽ ഇന്ധനങ്ങൾ. ശരാശരിക്കാരുടെ എണ്ണം കൂടിയതോടെ വാഹനങ്ങളുടെ എണ്ണം അതിവേഗമാണ് കൂടുന്നത്. അതിനൊപ്പം തന്നെ ഇന്ധന ഇറക്കുമതിയും. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത എണ്ണയുടെ 88.6% ഇറക്കുമതി ചെയ്യുന്നതാണ്. പ്രതിവർഷം ഏകദേശം 10,88,904 കോടി രൂപ ഇന്ത്യ ഇന്ധന ഇറക്കുമതിക്കായി ചെലവഴിക്കുന്നു. രാജ്യാന്തര തലത്തിലെ സംഘർഷങ്ങൾ, ആഗോള സാമ്പത്തിക ചലനങ്ങൾ എന്നിവ ഈ ചെലവ് കൂട്ടുന്നു. ഇന്ധന ഇറക്കുമതിയിലെ പരാശ്രയത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ എഥനോൾ അവതരിപ്പിച്ചത്. ജൈവ ഇന്ധനമാണ് എഥനോൾ. കരിമ്പ്, ചോളം, കേടായ ഗോതമ്പ്, അരി തുടങ്ങിയ ധാന്യങ്ങളിലെ പഞ്ചസാരയും അന്നജവും പുളിപ്പിച്ചാണ് എഥനോൾ ഉൽപാദനം. എഥനോൾ കലർത്തുന്നത് വഴി പെട്രോൾ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ഇന്ത്യയിൽ ലഭ്യമാകുന്ന സ്റ്റാൻഡേർഡ് പെട്രോൾ 20% എഥനോൾ ചേർത്ത E20 പെട്രോളാണ്. രാജ്യം മുഴുവൻ E20 ഇന്ധനത്തിലേക്ക് മാറണമെന്ന ലക്ഷ്യം ഇന്ത്യ 2025 കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. E22 മുതൽ E30 വരെയുള്ള ഉയർന്ന ഇന്ധന മിശ്രിതങ്ങളുടെ സാങ്കേതിക മാനദണ്ഡങ്ങൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പുറത്തിറക്കിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാക്കിയതോടെയാണ് കേന്ദ്ര സർക്കാർ എഥനോൾ പ്രോത്സാഹനം അതിവേഗത്തിലാക്കിയത്. സ്വയം നിയന്ത്രണങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് എഥനോൾ ഇന്ധനം കൂടുതലായി ഉപയോഗിക്കുക എന്നതാണ്. 22% മുതൽ 30% വരെ എഥനോൾ അടങ്ങിയ E22, E25, E27, E30 എന്നീ പെട്രോൾ ഇനങ്ങൾക്ക് എക്സൈസ് തീരുവ കേന്ദ്രം പൂർണ്ണമായി ഒഴിവാക്കിയത് അടുത്തിടെയാണ്. 85% എഥനോളും 15% പെട്രോളും അടങ്ങിയ E85 ഇന്ധനം വിതരണം ചെയ്യുന്ന ആദ്യ സ്റ്റേഷൻ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 5 കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ E100 പെട്രോളിനും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതോടെ എഥനോളിൽ മാത്രം ഓടുന്ന കാറുകളും ബൈക്കുകളും ഉടൻ നിരത്തിലിറങ്ങും. എഥനോൾ ഉപയോഗം വ്യാപകമാക്കിയാൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവിൽ പ്രതിവർഷം 22 ലക്ഷം കോടി രൂപ വരെ ലാഭിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നു. 100% इथेनॉल इसके नियम बनकर उसको आज कानूनी रूप से प्रक्रिया देने वाले फाइल पर मैंने साइन की है. എഥനോൾ ഉപയോഗം കൂടുന്നത് കർഷകർക്കും ഗുണം ചെയ്യുമെന്നും അവകാശവാദമുണ്ട്. സർക്കാരിന്റെ കൈയഴിഞ്ഞുള്ള പ്രോത്സാഹനമുണ്ടെങ്കിൽ ഉപഭോക്താക്കൾ എഥനോളിനെ എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് നിർണായകം. 20% എഥനോൾ മിശ്രിത പെട്രോൾ അവതരിപ്പിച്ചപ്പോൾ തന്നെ രാജ്യത്ത് പ്രതിഷേധമുയർന്നിരുന്നു. വാഹനങ്ങളുടെ ഇന്ധനക്ഷമത കുറയ്ക്കുമെന്നും കേടുപാടുകൾ കൂട്ടുമെന്നുമാണ് പ്രധാന ആശങ്കകൾ. വാഹനത്തിന്റെ നിർമ്മാണ വർഷം, എഞ്ചിൻ സാങ്കേതികവിദ്യ എന്നിവയെ ആശ്രയിച്ചാണ് ഇന്ധന അനുയോജ്യത. 2023 ഏപ്രിൽ 1 ശേഷം ഇന്ത്യയിൽ നിർമ്മിച്ച് വിപണിയിൽ ഇറക്കിയ എല്ലാ കാറുകളും ബൈക്കുകളും സ്കൂട്ടറുകളും E20 ഇന്ധനത്തിൽ സുരക്ഷിതമായി ഓടിക്കാം. അതിനു മുൻപുള്ള വാഹനങ്ങൾക്ക് E20 പെട്രോൾ അത്ര സുരക്ഷിതമല്ല. വാഹനം E20 അനുയോജ്യമാണെങ്കിൽ പോലും സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് 6% മുതൽ 7% വരെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ടെന്ന് ചിലർ വാദിക്കുന്നു. E85 ഇന്ധനത്തെ പിന്തുണയ്ക്കണമെങ്കിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിൻ ആവശ്യമാണ്. എഥനോളിലെ ഊർജം പെട്രോളിനേക്കാൾ കുറവായതിനാൽ ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾക്ക് അതേ അളവിൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 30 മുതൽ 40% കൂടുതൽ ഇന്ധനം ആവശ്യമാണ്. ഇതിന് പലപ്പോഴും ഉയർന്ന ഫ്ലോ ഇന്ധന പമ്പും വലിയ ഇഞ്ചക്ടറുകളും വേണം. പെട്രോളിനേക്കാൾ ഈർപ്പം ആഗിരണം ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ എഞ്ചിൻ കാലിബ്രേഷനിലും ഫ്യൂവൽ സംവിധാനങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. E100 ഇന്ധനത്തിനു വേണ്ടി പ്രത്യേക പമ്പുകളും സ്ഥാപിക്കേണ്ടി വരും. 100% എഥനോൾ അടങ്ങിയ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വാഗ്നർ ഫ്ലെക്സ് ഫ്യൂവൽ മോഡൽ മാരുതി സുസുക്കി പുറത്തിറക്കിയിട്ടുണ്ട്. ഹീറോയുടെ 2 ബൈക്കുകളും 100% എഥനോളിൽ മാത്രം പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണ്. ഇതേ മാതൃകയിൽ കൂടുതൽ ബൈക്കുകളും സ്കൂട്ടറുകളും
ഉടൻ നിരത്തിലെത്തുമെന്നാണ് സൂചന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.